ദിവസമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ശ്രദ്ധയ്ക്ക് ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. 69-ാം സങ്കീർത്തനം 30-31 വാക്യങ്ങൾ. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതിലുള്ള പ്രാധാന്യതയെക്കുറിച്ച്, എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളത് സങ്കീർത്തനക്കാരൻ ഇവിടെ നമുക്കത് വെളിപ്പെടുത്തി തരികയാണ്. അപ്പൊ യഹോവയെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു തീരുമാനത്തിൽ ദാവീദ് എത്തിച്ചേർന്നു. ഹല്ലേലൂയ. ദാവീദ് ജാഗ്രതയുള്ളവനായിരുന്നു. ഹല്ലേലൂയ. വളരെ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ദാവീദ് പറയാറുണ്ട്, ദൈവമേ നിനക്ക് പ്രസാദമായത് ചെയ്യുവാൻ എന്നെ ഉപദേശിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ഒടുവിൽ ദൈവത്തിന് ഏറ്റവും പ്രസാദമായത് എന്തെന്ന് മനസ്സിലാക്കി ദാവീദ് എഴുതുകയാണ്, സ്തുതിക്കുന്നതാണ് അവന്റെ ഏറ്റവും വലിയ പ്രസാദമെന്ന്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കണം. ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായത് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ സ്തുതി സ്തോത്രങ്ങൾ നാം ആണ് എന്ന ആ ബോധ്യത്തോടെ നമ്മളും ദാവീദിനെ പോലെ ദൈവത്തെ സ്തുതിക്കണം. ചിലരൊക്കെ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായതെന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അധ്വാനത്തിന്റെ ഫലമായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ പള്ളികൾ കൊടുക്കുന്ന സ്തോത്ര കാഴ്ചകൾ, ദശാംശങ്ങൾ, ആദ്യഫലങ്ങൾ എന്നൊക്കെയുള്ള ചിന്താഗതി, അങ്ങനെയൊക്കെയുള്ള പഠിപ്പീരുണ്ട്. അതൊന്നും കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ യാഗം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നാം കൊടുക്കുന്ന ആരാധനയാണ്, സ്തോത്രമാണ്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് എത്രമാത്രം യാഗങ്ങൾ കഴിക്കാനും മടിയില്ലാത്തവനും അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉള്ള വ്യക്തിയാണ്. ഇതൊക്കെ ദാവീദ് ചെയ്തിട്ടുണ്ടെങ്കിലും ദാവീദിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു താൻ മനസ്സിലാക്കി, എങ്ങനെയാണ് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? ഭൂമിയിലുള്ള വസ്തുക്കളെ കൊണ്ടാണോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതോ മനുഷ്യൻ ചെയ്തു പോരുന്ന സാഹചര്യങ്ങളുടെയാണോ എന്നുള്ള ആഴമേറിയ ചിന്തകൾ താൻ അല്ലെ ചിന്തിക്കുവാണ്ടായി. പ്രൈസ് ലോർഡ്. ഈ 69-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് മശിഹ സങ്കീർത്തനമാണ്. ദാവീദിന്റെ ജീവിതാനുഭവത്തോടാണ് രേഖപ്പെടുത്തിയെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത് പ്രവചനാത്മാവിൽ. ഹല്ലേലൂയ. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ആഴമുള്ള ഒരു വെള്ളത്തിന് ആഴത്തിൽ നിന്ന് തുടങ്ങിയ സങ്കീർത്തനം. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്റെ വിജയത്തെയും ഉയർച്ചയെയും ഈ വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവജനത്തിന്റെ ഹൃദയങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സ്തുതി സ്തോത്രങ്ങളാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമെന്ന് ദാവീദിന് മനസ്സിലായി. ഹല്ലേലൂയ. അപ്പം 30-31 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്, ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരമെന്ന് ഈ ഭക്തന് മനസ്സിലായി. നമുക്കതൊന്നും തിരിച്ചറിയുന്നതും നല്ലതാണ്. രക്തം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കൊമ്പും കുളമ്പും ഉള്ള മൂരി എന്ന് പറയുന്നത് ഈ യാഗമൃഗം വിശുദ്ധിയുള്ളതും പ്രായപൂർത്തിയായതാണെന്നും കാണിക്കുകയാണ്. ലേവ്യ പുസ്തകം 11:3 കാണാം. അപ്പൊ ഈ യാഗമൃഗം എന്താണ്? വിശുദ്ധിയുള്ളതായിരിക്കണം, പ്രായപൂർത്തിയായതായിരിക്കണം. പ്രൈസ്. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് ഇവിടുത്തെ യാഗമൃഗം എന്ന് പറയുന്നത് പഴയ നിയമത്തിനെ പോലെ കൊമ്പും കുളമ്പും ഉള്ള മൂരിയോ കാളകളോ അല്ല. പുതിയ നിയമത്തിൽ ദൈവത്തിന് പ്രസാദകരമായ യാഗം നമ്മൾ ഓരോരുത്തരുമാണ്. അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ യാഗം കഴിക്കണമെങ്കിൽ നാം ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണം. പ്രൈസ്. ജീവിത വിശുദ്ധി ഉള്ളവർക്ക് മാത്രമേ ജീവിത വിശുദ്ധി ദൈവത്തെ ആരാധിക്കാൻ കഴിയുള്ളൂ. പ്രൈസ്. മാത്രമല്ല പ്രായവും കൊമ്പും കുളമ്പും കൊമ്പും കുളമ്പും. അപ്പം കൊമ്പും കുളമ്പും എന്നൊക്കെ പറയും പ്രായപൂർത്തിയായത്. പ്രായപൂർത്തിയായി എന്ന് പറയുമ്പോൾ ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം
ആ ശിശുവിന്റെ ആരാധന എന്ന് പറയുന്നത് ആ ശിശു പ്രായത്തിലുള്ളതാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയാൽ സ്നാനം സ്വീകരിച്ച് ദൈവവചനത്തിൽ നാം വളരുമ്പോൾ, ദൈവവചനത്തിൽ നാം വേരൂന്നി വളർച്ച പ്രാപിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആരാധന ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അത് കാളയെക്കാളും കൊമ്പും കുളമ്പുള്ള മൂരിയേക്കാളും പ്രസാദകരമാണെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇത്തരം മൃഗബലിയേക്കാൾ ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാൾ, അതുകൊണ്ട് യാഗം കഴിക്കുന്നതിനേക്കാൾ നാം കൊടുക്കുന്ന ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് വെളിപ്പെടുന്ന സ്നേഹനിർഭരമായ വാക്കുകൾ കൊണ്ട്, സ്തുതി സ്തോത്രങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ് ദാവീദ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന സ്നേഹാദരവോടുകൂടിയുള്ള സ്തുതി സ്തോത്രങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. മാത്രമല്ല, ആഴമുള്ള വെള്ളത്തിൽ നിന്ന് ആരംഭിച്ച് അടിസ്ഥാനമുള്ള നഗരത്തിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് ഈ സങ്കീർത്തനം ആദ്യോടന്തം വായിക്കുമ്പോൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇപ്പം അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുള്ള മൂരിയേക്കാളും പ്രസാദകരമാകുന്നു പറയുമ്പം കൊമ്പും കുളമ്പുള്ള മൂരി എന്ന് പറയുമ്പോൾ ഞാൻ പറയും വിശുദ്ധിയുള്ളത് എന്ന് പറഞ്ഞ് പ്രായപൂർത്തിയായത്. അപ്പൊ ഞാൻ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസ് പറഞ്ഞൊരു കാര്യമുണ്ട്. റോമാലേഖനം എഴുതും 12. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെന്നാണ്. അപ്പൊ ഇവിടെ കാളയെക്കാളും കൊമ്പും കുളമ്പുള്ള മൂരിയേക്കാളും പ്രസാദകരം എന്ന് പറയുമ്പോൾ വിശുദ്ധിയും പ്രായപൂർത്തിയുമായ ഒരു അനുഭവത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ഹൃദയത്തിന്റെ അന്തർഭാഗത്തും നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രസാദകരമാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മൃഗത്തെ കൊമ്പും കുളമ്പുള്ള മൂരിയെ ഈ കാലഘട്ടങ്ങളിൽ കാളയെ കൊണ്ട് വെട്ടിയത് കൊണ്ടോ പൂത്തിനെ വെട്ടിയത് കൊണ്ടോ കോഴിയെ വെട്ടിയത് കൊണ്ടോ മറ്റ് മൃഗബലി നടത്തിക്കൊണ്ടോ നരബലി നടത്തിക്കൊണ്ടൊന്നും ദൈവത്തിന് പ്രസാദകരമാകത്തില്ല. ഇവിടെ ആത്മീയമായി നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടാകുന്ന വിശുദ്ധിക്കാണ് പ്രാധാന്യം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വാക്കുകളിൽ വിശുദ്ധി നിറയപ്പെടുത്തുള്ളൂ. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നോട്ടത്തിൽ അത് വെളിപ്പെടുകയുള്ളൂ. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയിൽ നിറഞ്ഞ് ജീവിക്കുന്നവന് മാത്രമേ നല്ലത് കേൾക്കാൻ കഴിയത്തുള്ളൂ. അവൻ അശുദ്ധമായിട്ട് പോയിരിക്കത്തില്ല, തെറ്റാൻ ചെയ്യും. അപ്പം ജീവിതം എപ്പോഴും ദൈവത്തിന് കൊടുക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്നലകളിൽ നീ ആരാധിച്ചു വന്ന ആരാധനയും സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് കൊടുത്ത മഹത്വം എപ്രകാരമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടെ കൊമ്പും കുളമ്പുള്ള മൂരിയേക്കാളും ദൈവത്തിന് പ്രസാദകരം പറഞ്ഞുപോലെ ദൈവത്തിന് വിശുദ്ധിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിനക്ക് കഴിയണം. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തും നിനക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ ആരാധന ഏത് വിധമാണ്? നിന്റെ ജീവിത വിശുദ്ധി ഏത് നിലയിലൂടെയാണ്? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങളുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുവാണ്. നിങ്ങളുടെ വിശുദ്ധി ഒന്നും ചോദ്യം ചെയ്യുന്നതല്ല. ദാവീദ് പറഞ്ഞ വചനത്തിലൂടെ നമ്മൾ കയറി സഞ്ചരിക്കുക. കാരണം ഈ ഭക്തൻ ഒരു രാജാവാ. ദാവീദ് എന്ന് പറഞ്ഞ രാജാവാ. ജനത്തിന് ന്യായപാലനം നടത്തുന്നവരാ. അപ്പൊ ജനത്തിന് ന്യായപാലനം നടത്തും രാജാവും രാജസിംഹാസനവും രാജകിരീടമുള്ളവനും ചെങ്കോലുള്ളവനും. ഹല്ലേലൂയ. അനവധി ആരവാരങ്ങൾ പ്രജകളൊക്കെ ഉള്ളവനായിരിക്കുന്ന ദാവീദ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാർ ചെയ്തു പോന്നിരുന്ന യാഗങ്ങളെ കുറിച്ച് ശരിയായിട്ട് പഠിച്ചിട്ട് ഹല്ലേലൂയ ദാവീദ് സ്വയം ചിന്തിച്ചു. അങ്ങനെ കാളയെക്കാളും കൊമ്പും കുളമ്പുള്ള മൂരിയേക്കാളും പ്രസാദകരമായ യാഗം എങ്ങനെ ദൈവത്തിന് കൊടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദാവീദ് ഹൃദയത്തിന്റെ അന്തർഭാഗത്തും ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയത്. ഞാൻ ഈ വചനം പഠിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എനിക്കും തോന്നിയിട്ടുണ്ട്. പശ്ചാത്താപം വന്നത് കാരണം അറിയാതെ നമ്മളും പലപ്പോഴും അറിയായ്മയുടെ വാക്കുകൾ പറഞ്ഞ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കും. പക്ഷെ അത് ദൈവത്തിന് പ്രസാദകരമാകത്തില്ല. അതുകൊണ്ട് നാം ദൈവത്തെ ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണമെന്നാണ് ഹല്ലേലൂയ
നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 7 വായിക്കുന്നത്. അതുകൊണ്ട് ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് 1 കൊരിന്ത്യർ ലേഖനം 6:19 കാണുന്നുണ്ട്. ലേരിയ. കാരണം നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് നമ്മുടെ കർത്താവ്. ലേരിയ. അതുകൊണ്ട് സ്തുതിക്കുന്നവന് പ്രസാദം. എന്നെ കേൾക്കുന്നവർ ദൈവമക്കൾ, നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ആരാധനയായി മാറണം. അതിന് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയുടെ അനുഭവം ഉണ്ടായിരിക്കണം. കർത്താവ് മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പൊന്നോ വെള്ളിയോ യാഗമോ കാണിക്കുകയോ ഒന്നുമല്ല. കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ പൊന്നോ വെള്ളിയോ ഇവിടുത്തെ യാഗമൃഗങ്ങളോ അല്ലേരിയ നമ്മൾ കൊടുക്കുന്ന കാണിക്കയോ ആദ്യഫല വിളവുകളൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലേരിയ. നിങ്ങളുടെ പൊന്നും വെള്ളിയും ഒന്നും തരാൻ ഞാൻ പറയത്തില്ല. നിങ്ങളുടെ യാഗമൃഗങ്ങളെ തരാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ആദ്യഫല വിളവുകൾ തരാനും പറയുന്നില്ല. പക്ഷെ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗം നീ യേശുവിന് കൊടുക്കണം. പ്രൈസലോ. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കുകയോ മേടിക്കുകയോ ഒക്കെ ചെയ്യാം. പ്രൈസേ. പക്ഷെ അതിലാകരുത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ചിലര് പറയും, ഞാന് അല്ലരിയ സഭയ്ക്ക് അല്ലരിയ പൊന്നുകൊണ്ട് അല്ലരിയ കിരീടം മേനഞ്ഞു കൊടുത്തു, പൊന്നുകൊണ്ട് കുടിമരം ഉണ്ടാക്കി കൊടുത്തു, പൊൻകിരീടം കൊടുത്തു. അല്ലേരിയ. ചിലര് പറയും ഞാൻ വെള്ളി കൊണ്ട് ഉപകരണങ്ങൾ വെള്ളി കൊണ്ടുണ്ടാക്കി കൊടുത്തു. ചിലര് പറയും ഞാൻ തടിപ്പിച്ച കാളയെ കൊടുത്തു, മൂരിയെ കൊടുത്തു. ചിലർ പറയും ഞങ്ങളുടെ ആദ്യ ഫലത്തിന്റെ ആദ്യ വിളവെല്ലാം ഞങ്ങൾ അവർക്ക് കൊടുത്തു, ഞങ്ങളുടെ ദൈവത്തിന് കൊടുത്തു. അത് അവരവരുടെ വിശ്വാസം പോലെ ഇരിക്കട്ടെ. പക്ഷേ ഇതിലൊക്കെയാണോ ദൈവം പ്രസാദിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം പ്രസാദിക്കുന്നത് അവന്റെ സ്വരൂപത്തിന് സൃഷ്ടിച്ച അവന്റെ മക്കളായിരിക്കും നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് കൊടുക്കുന്നതാണ് ആരാധന. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ ഒരു ഹൈന്ദവനായിരുന്നാലും, നിങ്ങൾ ഒരു ഇസ്ലാമിനായിരുന്നാലും, നിങ്ങൾ ഒരു ക്രൈസ്തവനായിരുന്നാലും, ഇനി നിങ്ങളൊരു പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നാലും, ആരുമാകട്ടെ, ഇനി ഒരു ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ ഒരു പാർസിയോ ആരുമായിരിക്കട്ടെ, അല്ലേരിയ, നിങ്ങൾ ആരായിരുന്നാലും ഭൂമിയിലെ നന്മകൾ കൊണ്ടല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി വരണം. കാരണം നമ്മുടെ ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്താണ്. 4 ചുവരുകൾക്കകത്തല്ല ദൈവം വസിക്കുന്നത്. ഈ വാനാദി വാനങ്ങൾ ഒതുങ്ങാത്ത മഹാശക്തനായ മഹാജ്ഞാനിയായ സർവജ്ഞാനിയായി സർവശക്തനായിരിക്കുന്ന ദൈവം അവന്റെ സ്വരൂപത്തിന് സൃഷ്ടിച്ച ആ മനുഷ്യനായിരിക്കുന്ന നമ്മുടെ ഈ ചെറിയ ഹൃദയത്തിലാണ് ഈ വലിയ ദൈവം വസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയത്തിന്റെ അന്തർഭാഗം വിശുദ്ധിയായിരിക്കണം. കളവ് പറയരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുത്, കൈക്കൂലി വാങ്ങരുത്, ചതിവിലൊന്നും ചെയ്യരുത്, മോഷ്കു പറയരുത്, പരിഹാസിക്കരുത്, ദുർനടപ്പുണ്ടാകരുത്, അസൂയ ഉണ്ടാകരുത്, പിണക്കം ഉണ്ടാകരുത്, ശാന്തി ഉണ്ടാകരുത്, ദന്തപക്ഷം ഉണ്ടാകരുത്. അല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊന്നും ഉണ്ടാകരുത്. അല്ലേലൂയ. അതൊന്നും ദൈവത്തിന് പ്രസാദകരമല്ല. ചിലര് അല്ലേലൂയ അവൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ ദൈവസഭയ്ക്ക് കൊടുക്കണം. ഒരു വെല്ലുവിളി. അല്ലേലൂയ. ചിലരൊക്കെ അങ്ങനെയൊക്കെയാ. അവൻ കൊടുത്തതിനേക്കാൾ, അല്ലെ അവള് കൊടുത്തതിനേക്കാൾ, അല്ലെ ആ കുടുംബം കൊടുത്തതിനേക്കാൾ വലുത് നമുക്ക് കൊടുക്കണം. അതുകൊണ്ട് എന്താ പ്രയോജന ശ്രോതാവേ? മറ്റൊരാളോട് വാശി പിടിച്ചും മറ്റൊരാളോട് വെല്ലുവിളിച്ചും അവൻ കൊടുത്തതിനേക്കാൾ ശ്രേഷ്ഠമായത് കൊടുത്ത് നിങ്ങൾ ആ സഭയിലെ, നിങ്ങൾ ആ പള്ളിയിലെ വലിയ പുള്ളി ആകാൻ ശ്രമിച്ചത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവനെ എല്ലാം എന്ത് ചെയ്തു? ദൈവം ഉയർത്തും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവ്, നീ സ്വയം ഉയരരുത്. നീ സ്വയം ഉയർത്തപ്പെട്ടവനായി മറ്റുള്ളവരെല്ലാം അടിച്ചൊതുക്കിയിട്ട് ഞാനാണ് ഏറ്റവും വലിയവൻ, ഞാനാണ് ഏറ്റവും നല്ലവനെന്ന് പറഞ്ഞ് നീ ഹുങ്കാര മനോഭാവം നിന്റെ മേലുണ്ടാകരുത്. ചിലവർ ഞാൻ പള്ളിയിലെ കമ്മിറ്റിക്കാരനാണ്, ഞാൻ പള്ളിയിലെ കൈക്കാരനാണ്, ഞാൻ പള്ളിയിലെ കപ്പ്യാരാ, ഞാൻ പള്ളിയിലെ സെക്രട്ടറിയാ, ഞാൻ പള്ളിയിലെ പ്രതിപുരുഷനാ, ലേഡിയ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞങ്ങൾ പള്ളിയിലെ അപ്പോസ്തലന്മാരാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന അനവധി ആളുകൾ ഉള്ള ഈ സമൂഹത്തിന്റെ നടുവിലാണ് ദാവീദ് രാജാവ് പറയുന്നത്, ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പും
ഉള്ള ഊരിയേക്കാളും പ്രസാദമുള്ളത് എന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. രക്തക്ഷയം അല്ലേ? അതിന് നമ്മൾ ദൈവത്തെ ഇങ്ങനെ ചേരണം, താഴ്മ ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അപ്പം ദൈവം ആഗ്രഹിക്കും നമ്മൾ ഭൂമിയിൽ നിന്ന് കൊടുക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവനെ മഹത്വപ്പെടുത്തണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നന്മ നിറഞ്ഞ ഹൃദയത്തോടെ, നന്മ നിറഞ്ഞ മനസ്സോടെ, കളങ്കമില്ലാത്ത മനസ്സോടെ, കാപട്യമില്ലാത്ത മനസ്സോടുകൂടി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അതാണ് ദൈവത്തിന് ഇഷ്ടം. വചനം പറയുന്നത് പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ആത്മാവോടും അല്ലെങ്കിൽ പൂർണ്ണ ബലത്തോടും കൂടെ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ പ്രാധാന്യത എങ്ങനെയാണ്? ദാവീദ് അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നീ മനുഷ്യൻ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ചിന്തിച്ച ചിന്തയിലൂടെ തനിക്ക് ദൈവാത്മാവ് കൊടുത്ത ദൂതുകളാണ് ദൈവത്തിന്റെ സഭയ്ക്ക് നമുക്ക് ഇന്ന് എഴുതി തന്നിരിക്കുന്ന ഈ വചനം എന്ന് പറയുന്നത്. ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ പള്ളിയിൽ പോയി തിരികെത്തിച്ചു, പള്ളി കൊണ്ടുപോയി സ്വോത്ര കാഴ്ച അല്ലെ കപ്പളെ കൊണ്ട് സ്വോത്ര കാഴ്ച ഇട്ടു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചില പള്ളികളിൽ തീർത്ഥാടന ഗീതങ്ങളൊക്കെ കറങ്ങിയിട്ട് അത് നടന്നിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സമാധാനം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ മദ്യപിച്ച് വെളിവുകെട്ട് സുബോധം നഷ്ടപ്പെട്ട് ഈ ലോകത്തിന്റെ വെറുക്കൂത്തിനകത്ത് ചെളിക്കൂട്ടത്തിൽ ചണ്ടി കൂമ്പാരത്തിന്റെ നടുവിൽ അകപ്പെട്ടു പോയി എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ചെയ്ത ആമേൻ നേർച്ച കാഴ്ചകൾ കൊണ്ടോ വഴിപാടങ്ങൾ കൊണ്ടോ തീർത്ഥാടനങ്ങൾ കൊണ്ടോ എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി വന്നില്ല. എനിക്ക് സമാധാനം വന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കമന്റ് ചെയ്യണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിച്ചു, നീ ചെയ്തതൊക്കെ ബാഹ്യമായ പ്രകടനങ്ങളാണ്. ഹല്ലേലൂയ. എനിക്ക് നിന്നെ ആവശ്യമാണ്. നിന്റെ ഹൃദയം എനിക്ക് ആവശ്യമാണ്. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയെ നിറച്ചുകൊണ്ട് പരിശുദ്ധനായി എനിക്ക് വസിക്കുവാൻ നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന് ഞാൻ നിന്റെ ഹൃദയ സിംഹാസനത്തിന്റെ അകത്ത് വന്നു കഴിയുമ്പോൾ നിന്റെ ബാഹ്യമായ പ്രകടനങ്ങളെല്ലാം മാറ്റിവെച്ച് ആത്മീയമായ അനുഭവം, ആത്മീയ അനുഭവം ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് നിന്നിൽ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവോട് സംസാരിച്ചപ്പോഴാണ് എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ അശുദ്ധി മുഴുവൻ ഞാൻ തിരിച്ചറിഞ്ഞത്. ഹല്ലേലൂയ. അതിന് യഥാർത്ഥം ഒരു മാതൃക മനുഷ്യന്റെ യെശയ്യാവാകട്ടോ. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഭാഗത്തേക്ക് കടന്നു ഇപ്പോഴും പറയാറുണ്ട്. ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ അശുദ്ധിയെ മനസ്സിലാക്കിയ യെശയ്യാ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഹല്ലേലൂയ. അയ്യോ എനിക്ക് കഷ്ടം. യെശയ്യാ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം. പൗലോസ് പറയുന്ന, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ വിടിവിക്കുമെന്ന് ഹല്ലേലൂയ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ ഈ ലോകത്തിലുള്ള എല്ലാ ചപ്പും ചവറും വാരിക്കൂട്ടി വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ള ചപ്പും ചവറും എല്ലാം വാരിക്കൂട്ടി വെച്ചാൽ നമുക്ക് സ്വസ്ഥതയില്ല. നാളെ അവനിട്ട് എന്ത് പണി കൊടുക്കും, അവളിട്ട് എന്ത് പണി കൊടുക്കും, അമ്മായിയമ്മയ്ക്കിട്ട് നാളെ എന്ത് ചെയ്യണം, മരുമകൾക്കിട്ട് എന്ത് ചെയ്യണം, അയൽവാസി എങ്ങനെ ഉപദ്രവിക്കണം, കൂട്ടുവിശ്വാസി എങ്ങനെ ഉപദ്രവിക്കണം, സഭയിലെ ദൈവദാസനെ എങ്ങനെ കണ്ണൂരി കുടിപ്പിക്കണം, സഭയുടെ ഇടയന്മാരെ എങ്ങനെ വേദനിപ്പിക്കണം, സഭയ്ക്കെതിരെ എന്ത് പൊരുത്തണം, അവനേക്കാൾ വലിയവനാകാൻ അവളേക്കാൾ വലിയവനാകാൻ എന്ത് ചെയ്യണം എന്നുള്ള അഹങ്കാരത്തിന്റെ മനസ്സും ഹൃദയമായിട്ട് നീ ആലയത്തിൽ വരരുത്. നിന്റെ സഹോദരൻ ഇടർച്ച ഉണ്ടെങ്കിൽ പോയി നീ ആലയത്തിൽ വരാൻ പാടില്ലെന്നുള്ളതാണ്. 5:21 നിന്റെ സഹോദരനോട് ഇടർച്ച എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ഇടയ്ക്ക് വെച്ച് നിന്റെ യാഗം അവിടെ വെച്ചിട്ട് ആദ്യം ചെന്ന് നിന്റെ സഹോദരനോട് നിരന്നു കൊള്ളണമെന്നാ, എന്നിട്ട് വന്നിട്ട് യാഗം അർപ്പിക്കാനാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിൻ ഗിരിപ്രഭാഷണമൊക്കെ നമ്മോട് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി വരണമെന്നാണ്. നമുക്ക് ഈ ഒരുപാട് വചനങ്ങൾ, ഈ പ്രോസ്പെരിറ്റി ആയിട്ട് ഒരുപാട് അനുഗ്രഹത്തിന്റെ ദൂതുകൾ, സന്ദേശങ്ങൾ, പ്രവചനങ്ങൾ എല്ലാം പറയാൻ പറ്റും. നിങ്ങളുടെ സാഹചര്യങ്ങൾ മുഴുവൻ കണ്ടു പഠിച്ച് കേട്ടും ഞാൻ ആരെയിലൊക്കെ വിട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന തുട്ടടിച്ച് മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. പക്ഷെ നിനക്ക് വിശുദ്ധി വരത്തില്ല. നിനക്ക് വിശുദ്ധി പറഞ്ഞ വചനം നിന്റെ ഉള്ളിൽ വരണം.
വചനം നിന്റെ ഹൃദയത്തിൽ വരാത്രത്തോളം കാലം വിശുദ്ധി. ഇന്നത്തെ കാലത്ത് രോഗശാന്തി, അത്ഭുതശാന്തിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എവിടെ നോക്കിയാലും രോഗശാന്തി, അത്ഭുതശാന്തി. ഒരു രോഗി തന്നെ ഒടിഞ്ഞ കാര്യമായിട്ടൊരു 10, 20, 25 സ്റ്റേജുകൾ തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരു തളർവാദി, ഒരു രോഗി തന്നെ ഒടിഞ്ഞ കാര്യമായിട്ട് എല്ലായിടത്തും ഇദ്ദേഹത്തെ സൗഖ്യമാണ്. അങ്ങനെ ഒരു ചിലരൊക്കെ ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാ മീറ്റിങ്ങിലും പോകും. എല്ലാ മീറ്റിങ്ങിലും പോയിട്ട് മൈക്ക് കൊണ്ടില്ല, കർത്താവ് സൗഖ്യം തന്നു. അടുത്ത ആള് മീറ്റിങ്ങിൽ അവിടെ ആ പുള്ളി ഉണ്ടെന്ന്. തലവേദന മാറും, ട്യൂമർ മാറുന്നു, കണ്ണുവേദന മാറും, കണ്ണിന്റെ കാഴ്ച കിട്ടുന്നു, ചെവിയുടെ കേൾവി, ക്യാൻസർ മാറുന്നു, മുഴകൾ മാറും. ഇതൊക്കെ പറഞ്ഞ വ്യക്തി ഒരിക്കൽ കുന്നംകുളത്തൊരു മീറ്റിംഗ് നടന്നു. കുന്നംകുളത്തൊരു അതിശക്തനായ ഒരു സഹോദര മീറ്റിംഗ് നടത്തി. പുള്ളി ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹം പെന്തക്കോസ്തിനെയൊക്കെ വിട്ട് മാറിപ്പോയി. പിന്നെ ഒരു പിന്മാറ്റക്കാരനായിട്ട് നടക്കുക. അദ്ദേഹം കുന്നംകുളത്ത് വന്ന് ശക്തമായിട്ട് ദൈവത്തെ സൂക്ഷിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരച്ചാന്റെ ഭാര്യ, പേര് പറയുന്നില്ല, ആ സഹോദരി ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, മുഴയാണ്, ലേരിയ. പ്രാർത്ഥിച്ച് ചൊങ്ങി എന്നൊക്കെ പറഞ്ഞ് വലിയ സാഹസ്യമായിട്ട് വിശ്വാസികളുടെ മനം കവരുന്ന വിധത്തിലൂടെ ചില രീതികളുടെ പറഞ്ഞ് ചുങ്ങിപ്പോയെന്ന് പറഞ്ഞു. എല്ലാരും ഓർത്ത് ശരിയായിരിക്കും ലേരിയ. പിറ്റേ ദിവസം നേരം വെളുത്ത് കണ്ണു തെളിച്ച് തുറന്നപ്പോ എന്ത് ചെയ്തു? ആ സാധനം അവിടെ തന്നെയുണ്ട്. പ്രതീക്ഷലോ ആ സൗകര്യം മരിച്ചുപോയി കേട്ടോ. അങ്ങനെ എത്ര സംഭവങ്ങൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന അതല്ല ഇന്നത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഞൊടുക്കുവിത്തികൾ. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞു, നീ അല്ലെങ്കിൽ സൈക്കോളജി കൂടെ പഠിക്കണമെന്ന് പറഞ്ഞു. അല്ലേരിയ. ഞാൻ ചോദിച്ചു, എന്തിനാ സൈക്കോളജി പഠിക്കുന്നത്? അത് പഠിക്കാൻ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, നമ്മളെന്തിനാ പഠിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് പഠിച്ചാൽ നമുക്ക് മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ മനസ്സ് വായിച്ച് ശുശ്രൂഷയൊക്കെ നീ അങ്ങ് ചെയ്യുക. ദൈവാത്മാവ് എനിക്ക് മനുഷ്യന്റെ മനസ്സ് വായിച്ച് ശുശ്രൂഷ ചെയ്യാൻ അവസരം തരുന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവ് തരുന്ന സൈക്കോളജി മാത്രമേ പഠിക്കുന്നുള്ളൂ പറഞ്ഞു. പ്രൈസലോ. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ലോകപ്രകാരം സൈക്കോളജി പഠിച്ചിട്ട് തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിച്ചിട്ട് വേണം വിദേശ രാജ്യത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കടന്നുപോയിട്ട് ഒരുപാട് കൾട്ടുകളുടെ കീഴിൽ ഇരുന്ന് കൈവെപ്പ് വാങ്ങി കേരളത്തിൽ വന്ന് ശുശ്രൂഷിച്ച് കോടികൾ തട്ടുന്ന കൾട്ടുകളുണ്ട് കൊട്ടാരക്കരയൊക്കെ ഒക്കെ. ലേലിയ തിരുവനന്തപുരത്ത് ഈ ദുരുപദേശന്റെ ശക്തമായ മേഖല തെക്കാ കേട്ടോ. ദുരുപദേശന്റെ ഏറ്റവും ശക്തമായ മേഖല തെക്കൻ ജില്ലകളാണ്. അത് പറയുമ്പോൾ നിൽക്കുന്നൊരു ഭയങ്കര ഏശം തോന്നുന്നുണ്ട്. ആയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം തെക്കെന്നുള്ള ദുരുപദേശങ്ങളെല്ലാം നേരെ വടക്കോട്ട് പോരുക, വടക്കുള്ള ജനങ്ങളെ പാപത്തിൽ വീഴ്ത്തുവാൻ. ലേലിയ മാനസാന്തരപ്പെടണം. ജനത്തെ നല്ലത് പറഞ്ഞ് പഠിപ്പിക്കുക. കാരണം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ എങ്ങനെ സ്തുതിക്കണം, ഏത് വിധത്തിലുള്ള ആരാധനയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് സാധുക്കളായിരിക്കുന്ന വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് ഇടയന്മാരുടെ കടമയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുള്ള മൂരിയേക്കാളും പ്രസാദകരമെന്ന് ഈ ഭക്തനായ മനുഷ്യൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ, നിങ്ങളെ ദൈവത്തെ സ്തുതിപ്പാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് തിരിച്ചറിയണം. എന്താണ് പറയാൻ പോകുന്നതെന്ന്, എന്താണ് പറയുന്നതെന്ന്. ലേരിയ. അപ്പൊ ഇവിടെ വചനം പറയുന്നത്, നമ്മുടെ ദൈവം സ്തുതികളുടെ മധ്യ വസിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സ്തുതികളുടെ മധ്യ വസിക്കുന്നുണ്ട്. സ്വർഗം മുഴുവൻ സ്തുതിയാൽ നിറഞ്ഞിരിക്കുന്നു. അവിടെ ദൈവദൂതന്മാർ അവനെ സ്തുതിക്കുന്നു, കെരൂബുകളും സാറാഫുകളും അവനെ സ്തുതിക്കുന്നു. 4 ജീവികളും 24 മൂപ്പന്മാരും ഇടപെടാതെ 24 മണിക്കൂറും അവിടെ ഹല്ലേലൂയ ഗീതം മുഴക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്വർഗം ആരാധനയുടെ സ്ഥലമാണ്. സ്വർഗം എന്ന് പറയുന്നത് ആരാധനയുടെ സ്ഥലമാണ്. ഈ സ്വർഗത്തിൽ ഇവിടുത്തെ പോലെയുള്ള ക്രൈസ്തവ സഭകളും ഇസ്ലാം സഭകളും അല്ലെങ്കിൽ അതുപോലെ ഹിന്ദു സഭകളും ഇല്ല. സ്വർഗത്തിൽ ഇവിടുത്തെ പോലുള്ള ജാതികളൊന്നും അവിടെ ഇല്ല. ജാതി മത ചിന്താഗതികളൊന്നും അവിടെ ഇല്ല സ്വർഗത്തിൽ. ഇവിടുത്തെ പോലുള്ള യാഗങ്ങളും വഴിപാടുകളൊന്നും അവിടെ ഇല്ല സ്വർഗത്തിലെ. സ്വർഗം എന്ന് പറഞ്ഞ 24 മണിക്കൂറും വിശുദ്ധന്മാരും കെരൂബുകളും സാറാഫുകളും അല്ലെങ്കിൽ സ്തോത്രം 4 ജീവികളും 24 മൂപ്പന്മാരും അടങ്ങി ആരാധന നിർഭരമായ പരിശുദ്ധമായ സ്ഥലമാണ് സ്വർഗം. ലേരിയ. അല്ല നമ്മളിവിടെ ജാതിയുടെ മതത്തിലെ പേര് പറഞ്ഞ് തമ്മിലടിച്ചും കലകിച്ചും പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയൊക്കെ അല്ലേരിയ നമ്മളവിടെ നിൽക്കുന്ന സഭയുടെ 1ാം സ്ഥാനത്ത് വരാൻ അവിടെ ചെന്നാക്കൊന്നും ആകാൻ പറ്റത്തില്ല കേട്ടോ. സ്വർഗത്തിൽ അല്ലേരിയ സഭയ്ക്ക് സെക്രട്ടറി ഇല്ല. സ്വർഗത്തിൽ സഭയ്ക്ക് സെക്രട്ടറി ഇല്ല, സഭയ്ക്ക് പ്രസിഡന്റ് ഇല്ല, സഭയ്ക്ക് ട്രഷറർ ഇല്ല.
ജോയിന്റ് സെക്രട്ടറി ഇല്ല, വൈസ് പ്രസിഡന്റ് ഒന്നും സ്വർഗത്തിലില്ല. ഇവിടെ എന്താ സഭയ്ക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ, ഇതൊന്നും സ്വർഗത്തിലില്ല ശ്രോതാവി. അവിടെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട അനുഭവമാണ്. കിരുബുകളും സാറാബുകളും ദൂതന്മാരും അടങ്ങിയിരിക്കുന്ന ആരാധന അനുഭവം. അതുകൊണ്ട് ഈ ഭൂമിയിൽ കിടന്ന് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി തമ്മിലിടിച്ചും കലഹിച്ചും നീ ആരാധനയുടെ അനുഭവത്തെ മുടക്കിക്കളയാതെ, സഭയ്ക്കകത്തെ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയാതെ, നിങ്ങളുടെ കൈകീഴിൽ വന്നിരിക്കുന്ന ദൈവജനത്തെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ളത് പറഞ്ഞു പഠിപ്പിച്ച്, അല്ലേലിയ കൊമ്പും കുളമ്പോളം മൂരിയേക്കാൾ ശ്രേഷ്ഠകരമായ ആരാധന ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവർ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയെ കൊണ്ടുവരണം. പ്രൈസലോ. അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. പ്രൈസലോ. എനിക്ക് ഈ ശക്തമായിട്ട് ദൂതൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് പറഞ്ഞ് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, അല്ലേലിയ. പക്ഷെ അതൊക്കെ നിങ്ങൾ പറയാൻ കൊള്ളും. പക്ഷെ ഇതൊരു സോഷ്യൽ മീഡിയ ആകുമ്പോൾ നമുക്ക് ദൈവമായിട്ടാണ് ബന്ധം, പണമായിട്ടല്ല ബന്ധം. നമ്മുടെ ചിന്താഗതി കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്താം എന്നുള്ളതാണ്. ചിലരൊക്കെ ചിന്ത എങ്ങനെ തൊട്ടുണ്ടാക്കാം എന്നുള്ളതാണ്. അല്ലേലിയ. അപ്പൊ ഇവിടെ സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വസിക്കണമെങ്കിൽ നാം അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കണം. അല്ലെങ്കിൽ കർത്താവിനെ സ്തുതിക്കുന്നത് അവന് പ്രസാദമാണ്. അല്ലേലിയ. നമ്മൾ കർത്താവിനെ, നമ്മൾ വിശുദ്ധനായ ദൈവം നമ്മുടെ ഭവനത്തിൽ വസിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വസിക്കണമെങ്കിൽ, ദൈവ സാന്നിധ്യം എന്റെ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടണമെങ്കിൽ അവിടെ ഭവനം കൂടെ വിശുദ്ധിയായിരിക്കണം. അല്ലേലിയ. നിങ്ങളുടെ ഭവനം കൂടെ വിശുദ്ധിയായിരിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗം വിശുദ്ധിയായിരിക്കുന്നതുപോലെ ഭവനത്തിന്റെ അകത്തളങ്ങളും വിശുദ്ധിയായിരിക്കണം. പല ക്രൈസ്തവ കുടുംബങ്ങൾക്കകത്തും മദ്യവും മദ്യക്കുപ്പികളും ലഹരിയും വാങ്ങിവെച്ചുകൊണ്ടാണ് പലരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് അരമായതിന്റെ ഷോക്കേസിലും ഫ്രിഡ്ജിലും ഒക്കെ ഇഷ്ടംപോലെ ബ്രാൻഡി കുപ്പികൾ നിരത്തി വെച്ച് കോട്ടയൊക്കെ മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് പള്ളിയിൽ പോകുന്ന അനവധി ആളുകളുണ്ട്. നിന്റെ ഒന്നും ഭവനത്തിനകത്ത് ദൈവമില്ല. ഒരു മദ്യപാനിയുടെയും വീട്ടിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മദ്യപാനിയുടെ ഹൃദയത്തിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തുമില്ല. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി വരുന്ന പോലെ തന്നെ നിന്റെ ഭവനത്തിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിലും വിശുദ്ധി ഉണ്ടായിരിക്കണം. നാട്ടിൽ കിടക്കുന്ന വിഷമെല്ലാം കൂടെ വാങ്ങി നിന്റെ വീട്ടിൽ കൊണ്ടുവെക്കുന്നത് വീഡിയും സിഗരറ്റും തമ്പാക്കും പുകയും തുളസിപ്പാക്കും എല്ലാവിധ മയക്കുമരുന്നുകളും മാത്രമല്ല, എല്ലാ കള്ളും വെള്ളവും എല്ലാം ബിയറേജ് കിട്ടുന്ന എല്ലാം വീട്ടിൽ കൊണ്ട മേടിച്ച് വെച്ചിട്ട് അല്പസ്വല്പം എടുത്ത് കുടിച്ച് കുടിച്ചിട്ട് രാവിലെ പള്ളിയിലേക്ക് വരും. ഞാൻ പണ്ട് ഒരു പള്ളിയിൽ പോയപ്പോ എന്റെ പണ്ട് ജീവിതത്തെ പള്ളിയിൽ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര കള്ളിന്റെ മണം. എനിക്ക് പണ്ടേ കള്ളിന്റെ മണം അറിയാം. കാരണം ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾ കണ്ടു വളർന്നവരാ. അല്ലേരിയ. എല്ലാവരും തലേദിവസം കുടിച്ച കട്ട്, അതിന്റെ ദുർഗന്ധം പോലും പോകാതാണ് ചിലര് രാവിലെ വന്ന്. ചിലരൊക്കെ ഈ സിഗരറ്റും ബീഡിയൊക്കെ വലിച്ചിട്ട് ആ സിഗരറ്റും ബീഡിയുടെയും ആ പുകയുടെയൊക്കെ ശരീരത്തുനിന്ന് അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗന്ധകം, ദുർഗന്ധം, അത് വെച്ചുകൊണ്ടാണ് പള്ളി വരുന്നത്. അല്ല, നിങ്ങളൊന്ന് പറ. ചില വയസ്സുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്, അവർ വെറ്റയൊക്കെ അങ്ങോട്ട് മുറുക്കി നാക്കുമൊക്കെ അങ്ങോട്ട് ചുമപ്പിച്ച് പല്ലുമൊക്കെ ഇങ്ങോട്ട് ചുമന്ന് കറുത്തിരുണ്ട് എന്നിട്ട് ഈ പുകരയും ഒക്കെ ചുരുട്ടി വെക്കുന്ന ഒരു ചെറിയ പൊതി പണ്ടുണ്ടായത്, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അതൊക്കെ മടിയിൽ വെച്ചുകൊണ്ടാ ചെല്ലൊക്കെ പടി വരുന്നേ. ശരിയ. നിന്റെ ആരാധന ദൈവം മഹത്വപ്പെടുത്തുന്നില്ലെന്നാ. നിന്റെ ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല. കാരണം നിന്നിൽ നിന്ന് ദുർഗന്ധമാ പുറത്തേക്കും. നീ തലേദിവസം കുടിച്ച മദ്യത്തിന്റെ, തലേദിവസം വലിച്ച വീടിയുടെ, തലേദിവസം വലിച്ച ലഹരിയുടെ, മയക്കുമരുന്നിന്റെ, പുകലയുടെ അതിന്റെ ദുർഗന്ധമാണ് നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന. ആ ദുർഗന്ധം നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നിടത്തോളം കാലം നിന്റെ ആരാധനയിൽ ദൈവമില്ല. അതുകൊണ്ട് നിന്റെ ഭവനത്തിന്റെ അകവും നിന്റെ ശരീരവും നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തും വിശുദ്ധി കടന്നു വരണം. സ്തോത്രം. നമ്മൾ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ചില ആളുകളൊക്കെ അരികിൽ വന്നിരിക്കും, അടുത്ത സീറ്റിൽ വന്നിരിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിച്ചാൽ അവർക്ക് ഈ പുകവലിക്കുന്നവര് അവരുടെ വായിൽ നിന്ന് ഈ പുകയിലയുടെ ഒരു കാട്ടിന വിഷമാണ്, കടുപ്പ് ഒരു വല്ലാത്ത ദുർഗന്ധമാണ്. അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മൂക്കുപൊത്തി പിടിക്കേണ്ടി വരും. പ്രൈസറോ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ ശുദ്ധീകരിക്കണം കേട്ടോ. നീ മാനസാന്തരപ്പെട്ടു. നിന്റെ ശരീരത്തിന് ദൈവത്തെ സ്തുതിക്കാനുള്ളതാ. നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാ. കൈക്കൂലി വാങ്ങിയിട്ട് മഴിവ് നടത്തി കരിഞ്ച നടത്തിയിട്ടും അല്ലെങ്കിൽ സകല ദുർനടപ്പും ദുർജീവിതം നടത്തിയിട്ട് അല്ലെങ്കിൽ
സകല അഴിമതി നടത്തി കൊള്ള പലിശ വാങ്ങിയിട്ട് നീ പള്ളിയിൽ വന്ന് ദൈവത്തെ സ്തുതിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം കേൾക്കുന്നില്ല. നാട്ടുകാരുടെ ഇനി പിടിച്ചു വാങ്ങിയ കൊള്ള പലിശയുടെ ഒരു മുതൽ കൊണ്ടുവന്ന് പള്ളിക്ക് ദശാംശം കൊടുത്താലും അതിലും ദൈവം പ്രസാദിക്കുന്നില്ല. ഹൃദയത്തിന്റെ അന്തർഭാഗം വിശുദ്ധീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിന്റെ രോഗം മാറാത്തത്, കഷ്ടത മാറാത്തത്, പാപം മാറാതെ, ശാപം മാറാത്ത, കുടുംബത്തിനകത്ത് അനുഗ്രഹം വരാത്ത, കുടുംബത്തിന് ഇരുള് മാറാത്തത്? എന്നും നീ രോഗത്താൽ ബന്ധിക്കപ്പെടുന്നു, എന്ന് നിനക്ക് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, നീ എന്നും കണ്ണുനീരിലൂടെ കുടുംബത്തിനകത്തൊരു സമാധാനം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? നിന്റെ ജീവിതം ഇതുവരെ നീ ക്രമീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഈ സ്തോത്രം ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിന്റെ നായകനായി രാജ്യഭാരം ഏറ്റെടുത്ത് ഭരിക്കുന്ന രാജാവായിരിക്കുന്ന ദാവീദിന് തന്റെ ആരാധനയിൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ദാവീദ് വളരെ ശ്രദ്ധയോടെ പഠിച്ച് ചിന്തിച്ച് നമുക്ക് ആ വചനം വെളിപ്പെടുത്തി തരുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് പകരം നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ ആരാധനയ്ക്കകത്ത് ദൈവ സാന്നിധ്യമുണ്ടോ? നിന്റെ അയൽവാസിയോട് ഇടർച്ച വെച്ചുകൊണ്ട്, അയൽവാസിയോട് കുറ്റം പറഞ്ഞ, അയൽവാസിയുടെ തെറ്റ് കണ്ടുപിടിച്ച്, അയൽവാസിയോട് ശണ്ടയിട്ട് അടിയുണ്ടാക്കി, ബഹളമുണ്ടാക്കി, ഭവനത്തിനകത്ത് അടിയുണ്ടാക്കിയിട്ട് അമ്മായിയമ്മയും മരുമോളും കൂടെ മിണ്ടാതെ അല്ലെങ്കിൽ പരസ്പരം വെല്ലുവിളിച്ച് കുടുംബത്തെ കലഹമുണ്ടാക്കിയിട്ട് നീ ആരാധനയ്ക്ക് വന്നിരുന്ന ദൈവത്തെ സ്തുതിച്ചാൽ അവിടെ ദൈവം ഇറങ്ങി വരത്തില്ല. ഹല്ലേലൂയ. ബാഹ്യമായ പ്രകടനമാണ് പലരുടെയും ക്രിസ്തീയ ആരാധന. ഞാൻ ക്രൈസ്തവൻ, എനിക്ക് ക്രൈസ്തവ സമൂഹത്തെ പറയാൻ കഴിയും. ഞാൻ മറ്റാരെയും ഞാനിവിടെ കുറ്റപ്പെടുന്നില്ല. ഓരോ മതത്തിനും അവരുടേതായ ചിന്താഗതികളാണ്. എന്റെ ചിന്താഗതിയല്ല ക്രൈസ്തവ സഭയുടെ ചിന്താഗതിയല്ല ഹിന്ദുമതത്തിന്റെ ചിന്താഗതി, ഇസ്ലാം മതത്തിന്റെ, അവരുടെ ചിന്തയല്ല ബുദ്ധമതത്തിന്റെ, ജൈനമതത്തിന്റെ, പാർസികളുടെ, എല്ലാവർക്കും അവരുടേതായ ചിന്തകളാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എന്താണ് ഇരിക്കുന്നത് ദൈവം നോക്കുന്നു. ആരെവിടെ ആരാധിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയുണ്ടോ ഇല്ലയോ എന്ന് ദൈവം നോക്കുന്നമേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, പല ക്രൈസ്തവ ആരാധനകളും ബാഹ്യമായ പ്രകടനങ്ങളാണ്. ഹല്ലേലൂയ. ചില കരിസ്മാറ്റിക്കിലൊക്കെ ചില പള്ളിയിലെ അച്ഛന്മാരൊക്കെ ദൈവത്തിനും പ്രസംഗിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അവരൊക്കെ നല്ല ശക്തമായിട്ട് ദൈവത്തിനും പറയുന്ന ചില പള്ളിയിലെ കരിസ്മാറ്റിക്കിലുള്ള ഈ ധ്യാന ഗുരുക്കന്മാരെന്നൊക്കെ പറയുന്ന ആ പള്ളിയിലെ അച്ഛന്മാരൊക്കെ നന്നായിട്ട് ദൈവത്തിനും പ്രസംഗിക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത, അത് കേട്ടിട്ട് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി കൊണ്ടുവരാത്ത എത്രയോ പേര്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അങ്കമാലിക്കാൻ ഒരു അച്ഛൻ പറയുന്ന ചില വചനം കിട്ടും, അതിവിടെ പറയുന്നില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ അതിനൊരു കമ്മിറ്റി ഇട്ട്, സത്യം ഏത് സമയത്തും വിളിച്ചു പറയണമെന്ന്. സത്യം വിളിച്ചു പറയുന്നവർ നമ്മൾ അംഗീകരിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്? എന്തിനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, ഞങ്ങൾക്ക് സുഖലോലുപ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടല്ല, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണമെന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതുമല്ല. നിനക്ക് സ്വർഗരാജ്യ അവകാശമാണ്. അത് നീ അവിടെ എത്താൻ വേണ്ടിയിട്ടാ. സ്വർഗരാജ്യം നിന്റെ അവകാശമാണ്. സ്വർഗരാജ്യം നിനക്ക് വേണ്ടിയാണ് ദൈവം ഒരുക്കുന്നത്. നീ അവിടെ ഉണ്ടായിരിക്കണോ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മരിച്ചതിന് ശേഷമല്ല ക്രിയ നടത്തേണ്ടത്, മരിച്ചതിന് ശേഷമല്ല ശുദ്ധീകരണം നടത്തേണ്ടത്, മരിച്ചതിന് ശേഷമല്ല പാപത്തിന് പരിഹാരം വരുത്തേണ്ടത്. നീ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ കറകളും വിഷങ്ങളും എല്ലാം എടുത്ത് മാറ്റിയിട്ട് നീ സ്വന്തം മനസ്സോടെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് നീ തന്നെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പോളം മൂരിയേക്കാളും പ്രസാദകരമായ യാഗം ഹൃദയത്തിന്റെ അന്തർഭാഗത്തും സ്തോത്രയാഗമെന്ന് അത്തരഫലം നീ ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അല്ല, എല്ലാം പകയും വിദ്വേഷം വെച്ചോണ്ട് അല്ല കേട്ടോ രക്തം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ അന്തർഭാഗത്തൊക്കെ ദൈവം വസിക്കണമെങ്കിൽ ദാവീദ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുന്നുവെന്ന് ഈ സംഗീതം 34:1 ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഭയങ്കര നല്ല തീരുമാനമല്ലേ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുന്നു എന്നാണ്. ചില പ്രായമുള്ള മാതാപിതാക്കളെ കണ്ടാൽ അപ്പച്ചന്മാർ എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അവൻ ഈ ദാവീദിനെ പോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും നാവിന്മേൽ. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊന്നും അല്ല, ഉണ്ട്. ഒത്തിരി പേര് എനിക്കറിയാം, ഒത്തിരി പേര് സംസാരിക്കാറ്, ഇടപെടാറും, അനവധി ആളുകൾ വീട്ടിൽ പോകുക, അനവധി ആളുകളൊക്കെ ഇന്ന് പ്രാർത്ഥിച്ചൊക്കെയുള്ള അനുഭവം എനിക്കും ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചിലരെയൊക്കെ കണ്ടു പഠിക്കുകയും കൂടെ ചെയ്യണം. ചിലരെയൊക്കെ നമുക്ക് കണ്ടു പഠിക്കാനും കൂടെ ദൈവം ചിലരെയൊക്കെ മുമ്പിൽ വെക്കും കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം.
അവിടെ നമ്മൾ കുറ്റങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത്, നല്ലതിനെ നല്ലതായിട്ട് കാണണം. രക്തം ചെയ്യും. പ്രൈസറോ ഭർത്താവിന്റെ മദ്യപാനം മാറാത്തതിന്, മക്കളുടെ ദുർജീവിതം മാറാത്ത, മയക്കുവിന് ലഹരിക്ക് അടിമപ്പെട്ടു പോയതിന്റെ കുടുംബം നിരാസനപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബത്തിനകത്ത് എന്നും കലകം, ശണ്ട മാത്രം, എന്നും സമാധാനക്കുറവ് എന്തുകൊണ്ടാണ്? നിന്റെ നന്മകൾ മുഴുവൻ നിന്റെ ഭവനത്തിലേക്ക് വരുവാതെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. തലയയിപ്പാൻ ഒരുത്തുണ്ട്, ഭൂമിയില്ല, തലയയിപ്പാൻ ഒരിടം, ഒരു ഭവനമില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ശ്രോതാവേ, ലേലുയ, എന്തുകൊണ്ടാണ് ഈ ശാപങ്ങൾ മാത്രം കുടുംബത്തിനകത്ത് നുരച്ചു തള്ളുന്നത്? അല്ലേലിയ, ജീവിതം വിശുദ്ധിയിലേക്ക് വന്നിട്ടില്ല. ജീവിതം വിശുദ്ധിയിലേക്ക് വന്നാൽ ദൈവത്തിന് ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്തിട്ട് 7-ാം ദിവസം കർത്താവിനെ ആരാധിക്കണമെന്ന് ദൈവവചനം വ്യവസ്ഥയാക്കിയ. ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്തിട്ട് 7-ാം ദിവസം പണിക്ക് പോകുന്ന എത്രയോ ആളുകൾ 7-ാം ദിവസം പണിക്ക് ചെയ്തതിൽ കടക്കാൻ എന്തോ ചിന്തിക്കും, വീട്ടിൽ എന്ത് ചെയ്യും, മക്കളെ പഠിപ്പിക്കണ്ടേ, ഭവനത്തിൽ വേണ്ടേ, ഒരു ദിവസത്തെ സാലറി കുറഞ്ഞു വാങ്ങണ്ടേ? ആരാധന മുടക്കി ജോലിക്ക് പോകുന്ന സഹോദര സഹോദരി, അന്ന് നീ എത്ര നേടിയാലും നിനക്ക് പ്രയോജനപ്പെടത്തില്ല. നീ അല്ലെങ്കിൽ വേറൊരു നീ കളയും. ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്ത് 7-ാം ദിവസം നീ ദൈവത്തിന്റെ സന്നിധി വന്നിരിക്കണം. നിനക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ, 6 ദിവസം പണിയെടുക്കാൻ ആരോഗ്യം തന്ന് കഴിവുന്നത്, 6 ദിവസം നിന്നെ പോറ്റി പുലർത്തി നിന്റെ വാഹനത്തിന് യാത്രയിൽ നീ കടന്നുപോയി വഴിയിൽ തന്നെ നിനക്കൊരു കേടും കൂടാതെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ നീ ആലയത്തിൽ കടന്നു വരണം. അല്ലെങ്കിൽ യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പുകുളമ്പോളം മൂരിയേക്കാളും പ്രസാദകരമായ അതരാർപ്പണം സ്വോത്രയാകുന്ന നീ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിരുന്ന ദൈവത്തെ ശ്രദ്ധിക്കണം. ദാവീദിനെ പോലെ പറയണം, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തുവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ടെന്ന് നിനക്ക് പറയാൻ കഴിയണം. രക്തം ചെയ്യും. അല്ലേലിയ, അതുകൊണ്ടാണ് ദൈവത്തിന് അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലേലിയ, എന്താണ് ഈ ഭൂമിയിൽ ഒരു സ്വർഗത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ദാവീദ് പറഞ്ഞത്. അഥവാ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു ഉറച്ച തീരുമാനം, അത് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളം യഹോവയെ വാഴ്ത്തും, നാം ഉച്ചത്തിൽ അത് ഏറ്റുപാടും. അല്ലേലിയ എന്നാണ് 1-ാം വാക്യം 14 നമ്മൾ വായിച്ചത്. അല്ലേലിയ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, വെല്ലുവിളി വരും, നിരാശകൾ കടന്നു, ഒറ്റപ്പെടൽ വരുമ്പോൾ, രോഗം വരുമ്പോൾ, ശാപങ്ങൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നിന്നെ അലട്ടുമ്പോൾ, 4 ഭാഗത്തും നിനക്ക് എതിരുകൾ കടന്നു വന്ന് നിന്റെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുമ്പോൾ, നിരാശയുടെ തലയിലേക്ക് നീ വീണു പോകാതെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയെ നിറച്ചുകൊണ്ട് നീ ദൈവത്തിൽ ഇരുന്ന് അതിരാർപ്പണം സ്വോത്രയാഗത്തോടെ നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉയരുന്ന സ്വോത്രങ്ങൾ നമ്മുടെ കർത്താവ് അങ്ങ് സ്വീകരിക്കും. ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും. നിന്റെ പ്രതിസന്ധികളെല്ലാം മാറ്റിത്തരും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പള്ളിയിൽ വരുന്നത്, ഞാൻ ഏറ്റവും വലിയ സാരി, ഏറ്റവും വലിയ ചുരിദാർ, ഏറ്റവും വലിയ ഫാൻ, ഏറ്റവും വലിയ ഷർട്ട്, ഹല്ലേലൂയ, ഏറ്റവും വില കൂടിയത്, ഏറ്റവും വില കൂടിയ വാച്ച്, ഏറ്റവും വലിയ നിന്നേക്കാൾ തൂക്കമുള്ള മാല ഞാൻ കഴുത്തിലിട്ട് പള്ളിയിലേക്കൊക്കെ പോകുന്ന 5 പവൻ, 6 പവൻ, 7 പവന്റെയൊക്കെ ചങ്ങല പോലുള്ള മാലയിട്ട് കയ്യും കാലും എല്ലാം വളയും കമ്പലും കാതിലും ചെമ്മൂക്കിലും എല്ലാം ഇട്ട്, പിന്നെ അങ്ങനെയൊക്കെ, ഇതൊക്കെ ദൈവത്തിന് പ്രസാദകരമല്ല ശ്രോതാവേ. നിങ്ങൾ ഇടുന്ന അപ്പൊ പാസ്റ്റർക്കില്ല, എനിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ഉപയോഗിക്കുന്നത്, ഞങ്ങൾക്ക് തന്നാൽ പോലും വേണ്ടത്. ഹല്ലേലൂയ, ഇതിലൊന്നും അല്ല ദൈവം പ്രസാദിക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയുണ്ടോ? നീ ഇട്ടിരിക്കുന്ന 10 പവന്റെ മാലയ്ക്കകത്ത് വിശുദ്ധിയില്ല, അത് മലമായി തോന്നുന്നൊരു കാലഘട്ടം വരും. അത് വീതിയിൽ എറിഞ്ഞു കളയുന്നൊരു കാലഘട്ടം വരും. ഇന്ന് കാണുന്ന പൊന്നും വെള്ളിയും ആഭരണങ്ങളെല്ലാം മനുഷ്യൻ വെറുക്കുന്ന കാലഘട്ടം. ഇത് കഴുത്തേലിട്ടാൽ, കയ്യിലിട്ടാൽ, എവിടെ ചൊറിഞ്ഞ് തടിച്ച് പുഴുവരിക്കുന്നവരെ പുരുക്കുത്ത് പോലെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരും. അന്ന് ഇത് വേണ്ടെന്ന് പറഞ്ഞ് വീതിയിലേക്ക് എറിഞ്ഞ് കളയുമെന്ന് യെഹെസ്കേലിന്റെ പുസ്തകം 7:19 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കൂടാതെ കള്ളന്മാർ തുരന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിശ്ചയമായിട്ട് യെഹെസ്കേലിന്റെ പുസ്തകം 7:19 വായിക്കണം കേട്ടോ. ലേലിയ, നിങ്ങളുടെ വീട്ടിൽ വേദപുസ്തകം ഇപ്പോൾ തന്നെ എടുത്ത് നിവർത്തിട്ട് യെഹെസ്കേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കണം. ലേലിയ, അവിടൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ഇവിടെ യെരിഹോമിന്റെ മതിലുകൾ ആമി ഉടയ്ക്കുവാനായി കർത്താവ് ഒരുക്കിയിരുന്ന ആയുധ ശ്രുതിയാകുന്നു. ഹല്ലേലൂയ. 1938 യെരിഹോമിന്റെ മതിലുകൾ കുഴിച്ചെടുത്ത് പരിശോധിച്ചല്ലോ ഹല്ലേലൂയ അന്നത്തെ ശാസ്ത്രജ്ഞർ.
ജോൺ ക്യാപ്റ്റൻ യെരിഹോവിൽ 2 വലിയ മതിലുകൾ ഉള്ളതായി കണ്ടു. ആദ്യത്തെ മതിലിന്റെ അകലം 6 അടിയും അല്ലേലൂയ, രണ്ടാമത്തെ മതിലിന്റെ അകലം 12 അടിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ മതിലുകൾ എത്രമാത്രം ഉറപ്പുള്ളതും ഉയരമുള്ളതും ആയിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയാട്ട് ആ വലിയ പടുകൂറ്റ മതിലിനെയാണ് യോശുവയും കൂട്ടരും കൂടെ ആർപ്പിട്ടപ്പോൾ ഇടിഞ്ഞു വീണെന്ന് പറയുന്നത്. അത്ര പടുകൂറ്റ മതിലുകൾ ഇടിഞ്ഞു വീണത് എന്താ? യോശുവയും കൂട്ടരും കൂടെ 6 ദിവസം യെരിഹോവിനെ ചുറ്റി നടന്ന് 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി ആർപ്പിട്ടപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, ആ പടുകൂറ്റ മതിൽ ഇടിഞ്ഞു വീണു. അപ്പൊ സ്തുതിയുടെ സ്തോത്രത്തിന്റെ ശക്തി എത്ര വലുതാ! അതുകൊണ്ടാണ് ദൈവജൻ പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിലേക്ക് വരണമെന്ന്. ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടും. ഇതും മനസ്സിലാക്കിയ ദാവീദാണ് പറഞ്ഞത്, ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പോളം മൂരിയേക്കാളും പ്രസാദകരമെന്ന് ദാവീദ് പറഞ്ഞപ്പോൾ ദാവീദും യെരിഹോവിന്റെ മതിലിന്റെ തകർച്ചയെക്കുറിച്ച് ചിന്തിച്ചു കാണും. രക്തം ചെയ്യും. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ബലത്തോടെ സ്തുതിച്ച് കാഹള ഊതി. ഹല്ലേലൂയ, അതുകൊണ്ട് യെരിഹോവിന്റെ മതിലുകൾ തീർന്നു. കർത്താവിന്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് അത്ര വലിയ യെരിഹോ മതിലുകൾ തകർന്നു വീണു. സ്തുതിയാൽ ശത്രുവിന്റെ കോട്ടകൾ തകർന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തു. സ്തുതിച്ചപ്പോൾ എന്ത് ആർപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. ആ വലിയ മതിൽ തകർന്നു. ശത്രുവിന്റെ കോട്ടകൾ തവിട്ട് പൊടിയായി. അതിനെയാണ് ഹല്ലേലൂയ 1930 ഹല്ലേലൂയ യെരിഹോവിന്റെ മതിൽ കുഴിച്ചെടുത്ത് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ, ഹല്ലേലൂയ സ്തോത്രം, ജോൺ ക്യാപ്റ്റനൊക്കെ കണ്ടത്. ഹല്ലേലൂയ, മനസ്സാന്തരം. അതിന് അപ്പോസ്തലനായ പൗലോസ് നമുക്കൊരു ആലോചന പറഞ്ഞു തരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം പിതാവായ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവീൻ എന്ന് എഫെസ്യ ലേഖനം 5:20 എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടമെന്ന് 1 തെസ്സലോനിക്യർ ലേഖനം 5:18 നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ച സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പിന്ന് കൊലോസ്യർ 2:7 വായിക്കുന്നുണ്ട്. വാക്യം പെട്ടെന്ന് പറഞ്ഞു പോയതാ, സമയം തിരക്കിക്കുന്നുണ്ട്. അതെ, നമുക്ക് ഒന്നിച്ച് ദൈവത്തിലേക്ക് തുടങ്ങിയ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് കുമ്പും കുളമ്പോളം മൂരിയെ കൊണ്ടുള്ള പഴയ നിയമയാഗങ്ങളല്ല, ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് കുമ്പും കുളമ്പോളം മൂരി എന്ന ജീവിത വിശുദ്ധി പ്രായപൂർത്തിയുമായിരുന്നുള്ളതാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷന്റെ ഭാഗമായി നിൽക്കുന്ന ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കാൻ ബാഹ്യമായി പ്രകടനമാകരുത് ക്രൈസ്തവ ആരാധന എന്ന് പറയുന്നത്. ബാഹ്യമായ പ്രകടനത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം നോക്കുന്നത്. കണ്ടുകളച്ചാട്ട് ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ട് ശ്രോതാവി, നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും, എങ്ങനെ നമ്മുടെ പ്രസംഗങ്ങൾ തലകൂരാൻ കഴിയും, അത് ദൈവത്തെ ആരാധിക്കുന്നതിലൂടെയാണെന്ന് ദൈവത്തിന് വചനം കേട്ടുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ ജീവിതത്തെ പുതുക്കിയെടുക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ശൈശവത്തിൻ ബാലി കൗമാരി യുവനത്തിനും വാങ്ങുന്നതിന് അനുഭവത്തിലാണ് യാചകർ ഓർഫനേജുകളുടെ തടവറയിലായിരിക്കും സകല ജനത്തെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ പുല്ലോട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന 7 ഭൂഖണ്ഡങ്ങൾ 800 കോടിയിലെ ജനത്തിനായി മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്ന സയന്റിസ്റ്റുകൾ അടക്കമുള്ള എല്ലാ പ്രമുഖ പാർട്ടികളെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകല ജനവും ദൈവത്തിന്റെ സ്വന്തമാണ്. സകല ജനത്തിലും ദൈവം ആരാധന പ്രതീക്ഷിക്കുന്നു. ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള ആരാധന കർത്താവ് പ്രതീക്ഷിക്കുമ്പോൾ കർത്താവ് ഇനിയെങ്കിലും ജനം ബാഹ്യമായി പ്രകടനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പരസ്പരം വെല്ലുവിളി മത്സരം മാറ്റിവെച്ചുകൊണ്ട് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധയെ നിറച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ തലമുറയെ എന്റെ കർത്താവോട് എഴുന്നേൽപ്പിക്കണമേ പ്രാർത്ഥിക്കും. ലോകമെന്ന അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ട് കർത്താവിന്റെ വരെ ഏറ്റവും ആസനമയങ്ങൾ പഠിക്കും. ലോകസംഭവങ്ങൾ ഓരോന്നും വെളിപ്പെടുത്തുമ്പോൾ ദൈവജനം പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ശ്രുതികൾ, സുനാമികൾ, അങ്ങനെ എന്നിവരുടെ എല്ലാ ദുരന്തങ്ങളും ഞങ്ങളുടെ കണ്ണാലെ കാണുമ്പോൾ നടുവിൽ കർത്താവ് മനുഷ്യൻ ലഭിച്ച സമയം നഷ്ടപ്പെടുത്തി കളയാതെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവ കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളവരെ തീരുവാൻ സകല ജനത്തെ ഒരുക്കണമേ. മദ്യത്തിന് മയക്കും ലഹരിക്കും അടിപ്പെട്ട് കിടക്കുക, ചൂതാട്ടം ഏർപ്പെട്ട് കിടക്കുന്നവർ, ഈ ലോകത്തിന്റെ എല്ലാ ദുർജീവിതങ്ങൾ വീട് കിടക്കുന്ന സകലരും, തീവ്രവാദ വർഗത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർ, കർത്താവ് സ്ഥാനമാന അധികാരി മോഹികൾ, കർത്താവ് എല്ലാ പൈശാചി ബന്ധങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന കൂടാനുകൂടി ജനത്തിന്റെ വിടുതലായി പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഭൂതമാത്രം ഇടിക്കട്ടെ, മാനസിക സൗഖ്യം പ്രാപിക്കട്ടെ. ശാപങ്ങൾ പാപങ്ങൾ കുടുംബത്തെ മാറിപ്പോട്ടെ, ബന്ധനം കഴിയട്ടെ, കുടുംബങ്ങൾ സ്വസ്ഥമായി മാറട്ടെ, സ്വതന്ത്രമായി മാറട്ടെ. കുടുംബത്തെ തകർക്കുന്ന
എല്ലാ ലഹരി മാഫിയകളെയും, എല്ലാ ഭൂമാഫികളെയും, എല്ലാ സ്ത്രീ മാഫികളെയും കർത്താവ്, ഇതുപോലെ എല്ലാ കർത്താവ് സ്രോതം വലിയ മാഫികളെ ദൈവം സന്ദർശിക്കണമേ. തലമുറകളെ പ്രത്യേകമായി ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ദൈവം കരുണ കാണിക്കാൻ മനസ്സറിയണമേ. സകല ജനവും മടങ്ങി വരട്ടെ പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.